ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷ മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരും വിജയം ഉറപ്പെന്ന് വിലയിരുത്തുകയാണ് സംസ്ഥാന ബി.ജെ.പി നേതൃത്വം. ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം ഈ തീരുമാനം എടുക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തെയും വിലയിരുത്തൽ അറിയിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും ബി.ജെ.പി കരുതുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും മാത്രമല്ല 20% വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലും പാലക്കാടും കാസർഗോഡും കോഴിക്കോടും വലിയ തോതിൽ വോട്ട് കൂടും. കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും. തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് 2.5 ലക്ഷം വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മറ്റ് 3 BDJS സ്ഥാനാർത്ഥികളും വലിയ നേട്ടമുണ്ടാക്കില്ലെന്നാണ് നിഗമനം. 2019 3,16,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ 3,60,000 വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. 2ാം സ്ഥാനത്ത് ശശി തരൂർ ആയിരിക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നേമത്ത് 20,000, വട്ടിയൂർക്കാവിൽ 15,000, കഴക്കൂട്ടത്ത് 8,000, തിരുവനന്തപുരം സിറ്റിയിൽ 5,000 വോട്ട് എന്നിങ്ങനെ ലീഗ് നേടും. പാറശാലയിൽ 2ാം സ്ഥാനത്തെത്തും. കോവളത്തും നെയ്യാറ്റിൻകരയിലും 3ാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റമുണ്ടാക്കും. തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പി 4 ലക്ഷം വോട്ട് പിടിക്കും. 3,80,000 വോട്ട് നേടി UDF ആയിരിക്കും 2ാം സ്ഥാനത്ത്. തൃശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും 2ാം സ്ഥാനത്തും സുരേഷ് ഗോപി എത്തുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു. 3.5 ലക്ഷം വോട്ട് ഉറപ്പെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയിൽക്കീഴിലും 1ാമതെത്തും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ്, നായർ, ഇഴവ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് ബി.ജെ.പിക്ക് ലഭിക്കുമെന്നാണ് ബൂത്ത് തല റിപ്പോർട്ട്. പാലക്കാടും ആലപ്പുഴയിലും വോട്ട് വിഹിതം കുതിച്ചുയരും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.